So this section we are discussing about grain and grain boundary. Grain and grain boundary. So what are grain boundaries? The independent formation of each crystal. So last class we had discussed about the formation of crystals or crystallization. Formation of crystals or crystallization is nothing but happening because of the two processes. Because of the two processes means formation is of two steps. First is nucleation. Nucleus പോലെ ഫോം ചെയ്യുന്നത്, അതായത് ചെറിയ ചെറിയ ആറ്റംസ് ഒക്കെ ടെമ്പറേച്ചർ is lowering below the freezing point or subcooling or temperature ഒരു particular level താണു കഴിഞ്ഞാൽ that movement of the atoms will be reduced and the atoms will together apart as a portion to form a nuclei, and thereafter the growth of the crystal is known as crystal growth. The two processes which are happening around the atom or system, which is referred to crystallization. It's the formation of crystals. So here we are discussing about grain boundary. അങ്ങനെ ഫോം ചെയ്ത ക്രിസ്റ്റൽസിന് ചുറ്റുമുണ്ടാകുന്ന ഗ്രെയിൻസ്. ക്രിസ്റ്റൽസിനകത്തുനിന്നാണ് ആറ്റംസിനകത്തുനിന്ന് കുറേ ഗ്രെയിൻസുകൾ ഉണ്ടാകും, കുറേ ഗ്രെയിൻസുകൾ ഉണ്ട്. അപ്പോൾ ഗ്രെയിൻ സൈസിനെയും ഗ്രെയിൻ ലെവലിനെയും ബന്ധപ്പെട്ടിട്ടാണ് ഈ ആറ്റംസിന്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, സ്ട്രെങ്ത് കൂടിയാണെങ്കിൽ ഗ്രെയിൻ സൈസോ അല്ലെ ഗ്രെയിൻ സൈസ് കുറയണം, അതിന്റെ എണ്ണം കൂടണം. ഗ്രെയിൻ സൈസ് വലുതാവുക വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള കള്ളികൾ കൂടി, അപ്പോൾ കുറഞ്ഞു വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈസ് കുറയുന്നതിന് കണക്കായിട്ട് എണ്ണം കൂടാം, അതിനുള്ളിൽ മൊത്തം എക്വിപ്പ് ചെയ്യുന്നത്. അപ്പോൾ സൈസ് കുറയും എണ്ണം കൂടാണ് വേണ്ടത്. സോ ഇൻക്രീസ് ഇൻ ദ സൈസ് വിച്ച് ലീഡ്സ് ടു the strength of the crystal or atom. So here the independent formation of each crystal leads to irregular shape of the crystal. Independent formation of each crystal. So when a crystal is formed with a single nuclei, the grain size will be like this, single crystal. You can see the figure on the left side. A figure is a single crystal. So when a boundary or grains are formed by using when the crystal is formed because of a several nuclei, one or more two nuclei, ഓരോ ന്യൂക്ലിയനകത്ത് അടുത്തേക്കും സാധനങ്ങൾ അട്രാക്ട് ചെയ്ത് ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യും അല്ലെ. ഒരു ആറ്റത്തിനകത്ത് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ന്യൂക്ലിയസ് ഫോം ചെയ്ത്, അല്ലെ ഒറ്റ ന്യൂക്ലിയാണ് ഫോം ചെയ്യുന്നത്. അതിന് ചുറ്റുമാണ് ആറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ഡ് ആയി വന്ന് അതൊരു വലിയ ഗ്രെയിൻ സിസ്റ്റം മാറുന്നെങ്കിൽ അതിപ്പോ അടുത്ത ഭാഗത്ത് കാണുന്ന പോലെയുള്ള യൂണിഫോമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന സിസ്റ്റം ഉണ്ടാകാൻ പോകുന്നത്. So even a crystal is formed by formation of several nuclei, one or more or two or more nuclei. Each atom will be attracted by each nuclei. അല്ലെ, ഒരുപാട് ന്യൂക്ലിയത്തിന് ഒരുപാട് ആറ്റംസ് അട്രാക്ട് ചെയ്ത് അതൊരു ഒരുപാട് കാര്യങ്ങളായിട്ട് ഇങ്ങനെ വലുതായി വന്ന് ഒരുമിച്ചും കൂടി ചേരുകയാണ് ചെയ്യുക. Crystals formed with each nuclei will be together attracted to form a whole crystal. അങ്ങനെയാകുമ്പോഴാണ് ഈ വലതുഭാഗത്ത് കാണുന്ന ഫിഗർ വരുന്നത്. സോ അങ്ങനെയാകുമ്പോൾ അതിനൊരു ഗ്രെയിൻ ബൗണ്ടറി, അതിനടുക്കൊരു ബൗണ്ടറി ഉണ്ടാവുക. സോ 2-3 ന്യൂക്ലിയസിന് ഉണ്ടാകുന്ന സോ ഓരോന്നിനകത്ത് ഉണ്ടാകുന്നതൊക്കെ യൂണിഫോം ആയിരിക്കും അല്ലെ. ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഒരു യൂണിഫോമിലി അറേഞ്ച്ഡ് ആറ്റംസ് ആയിരിക്കും. സോ ഇതിനകത്ത് കാണാൻ പറ്റുമോ അത് തന്നെയാണ്, റൈറ്റ്. സോ യു ക്യാൻ സീ ഹിയർ യൂണിഫോം അറേഞ്ച് ചെയ്തിരിക്കുന്നതിനകത്ത് ഇതിനകത്ത്. സോ ഒന്ന് കൂടിച്ചേരുമ്പോൾ ക്രിസ്റ്റലായി ഫോം ചെയ്യുമ്പോൾ അത് യൂണിഫോം ആയിട്ട് ഓറിയന്റഡ് ചെയ്യപ്പെട്ടിട്ടാണ്. സോ അതാണ് a grain is a portion of material within which the atomic arrangement is nearly identical. A grain is a portion of material. ഗ്രെയിനകത്തുള്ള മെറ്റീരിയലിനകത്തുള്ള പോർഷൻ ആണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു ന്യൂക്ലിയസ് ചുറ്റുമാണ് വരുന്നെങ്കിൽ അത് യൂണിഫോം ആയിരിക്കില്ല, ആയിരിക്കും. അല്ല വേറെ ന്യൂക്ലിയസ് അങ്ങനെ യൂണിഫോം ആയിരിക്കില്ല, ഡിഫറെന്റ് ഓറിയന്റഡ് ആയിരിക്കും, ഡിഫറെന്റ് അറേഞ്ച്ഡ് ആയിരിക്കും, റൈറ്റ്. So but the orientation of the atomic arrangement may be different. For adjoining grains. 2-3 ഒക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഓറിയന്റേഷൻ രണ്ടും ഒരുപോലെ ആവണമെന്നില്ല, മാറ്റങ്ങൾ വരാം. The area along with the grain meet are called grain boundary. The area along with the grains meet. 2 ഗ്രെയിനുകൾ 3 ഗ്രെയിനുകൾ ഒരുമിച്ച് ചേരുന്ന സമയത്തുള്ള ആ ഒരു റീജിയനാണ് ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത്. ഇതിനകത്ത് റെഡും കൂടിയിരിക്കുന്ന ഇതാണ് ഗ്രെയിൻ ബൗണ്ടറി എന്നൊക്കെ പറയാം. സോ 2-3 ഗ്രെയിൻസ് ആണ് സിംഗിൾ ക്രിസ്റ്റൽ ഓരോരോ ഗ്രെയിനുകളായി ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്തും അങ്ങനെയാണ് 2-3 ഒരുമിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നതിനടുത്തുള്ള ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത്. ഗ്രെയിൻ ബൗണ്ടറി. Here we can see figures of grain boundary. ചുറ്റുമുള്ളത് ഓരോ ഗ്രെയിൻ ഫോം ചെയ്ത് ചുറ്റും ബൗണ്ടറി വരുന്നു. ഇതിനകത്ത് ഗ്രെയിൻസ് വരുന്നുണ്ട്.
grains differently oriented വരുന്നുണ്ട്, ശരിയായി വരുന്നുണ്ട്. Grain 1 ആണ് left side, grain 1 and grain 2 and grain boundary is here. So each grains are arranged in a uniform manner. But when adjoining two grains occur, you can see a total system is in an irregular or differently oriented manner, right? So what are as I said for the last class also I explained about polycrystalline material. Single polycrystalline material എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതായത് ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഉണ്ടായിട്ട് ഒരു ന്യൂക്ലിയസിന് ചുറ്റും അട്രാക്ഷൻ ഓഫ് ആറ്റംസ് ഉണ്ടായിട്ട് അത് ഫോം ചെയ്യുന്ന ക്രിസ്റ്റൽസ്. When a particular nuclei is attracted with so many atoms around it to form a single crystal. Okay, single crystal, we can say it is a single crystal or a single grain. They are solidifying and become a single crystal, as we see in the figure left side. But when a different types of nuclei are formed and it is attracted and is attracting more number of atoms with individual nucleus and to form a single crystal, and the adjoining of the single crystal into whole to form a whole crystal, we can say it is a polycrystalline, right? Single crystalline polycrystal. So what is the effect of a grain size? As I said, that strength of a material or resistance. What is the strength? Strength. How we can define a strength? What is called strength? Strength is also, strength or hardness can be defined as the strength adine shakti ennu parayunnathu plastic deformation resist cheyanulla force ayi namukku edukam alle. It is the resistance to against deformation, especially against plastic deformation. അപ്പോൾ അത്ര സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ അതിനെ ഡീഫോം ചെയ്യാൻ പറ്റാത്ത ആ മെറ്റീരിയൽ എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവത്തിനാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്ട്രെങ്ത് കുറവായത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ടിൽറ്റ് ചെയ്ത് അറേഞ്ച് ആകുന്നതിനൊക്കെ മാറ്റി ഒടിച്ചിട്ട് നേരെയാക്കിയിട്ടൊക്കെ മാറ്റാം അല്ലെ. സ്ട്രെങ്ത്തിന് ഏത് രീതിയിലേക്ക് നമുക്ക് ഡിഫോം ചെയ്യാൻ പറ്റും. സോ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഡിഫോർമേഷൻ or especially against plastic deformation. So yielding or plastic deformation occurs due to dislocation of metallic crystals. Like metal crystals dislocate ചെയ്ത് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ക്രിസ്റ്റലിനെ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് അതിനകത്ത് deformation ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. So it can be stopped, movement of dislocation. Okay, movement of dislocation can be stopped by increasing the strength of a material. By increasing the strength of a material. So increase the strength of a material, we want to increase the grain number or increase the grains inside an atom. അതിനകത്തുള്ള അതിന് പിടിച്ചു നിർത്തുന്നത് ഗ്രെയിൻ ബൗണ്ടറീസ്, ഗ്രെയിൻ ബൗണ്ടറീസോ അല്ലെങ്കിൽ ഗ്രെയിൻ സൈസോ അല്ലെങ്കിൽ ഗ്രെയിൻ സിസ്റ്റമാണ് അതിനെ സ്ട്രെങ്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എലമെന്റ് ഒരു ആറ്റത്തിന്. ഓക്കെ, so grain boundaries are the region where atoms are at a higher energy level and also where atomic coordination changes. സോ ഗ്രെയിൻ ബൗണ്ടറീസ് നിന്നാണ് നമുക്ക് ചേഞ്ച് ഉണ്ടാകുന്നത്. സോ ഈ ഗ്രെയിൻ ബൗണ്ടറി എടുത്ത് ഇവിടെയാണ് മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യത. സോ ഗ്രെയിൻ ബൗണ്ടറീസ് ആണ് ഒരു ഗ്രെയിൻ ബൗണ്ടറിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഗ്രെയിൻ ബൗണ്ടറിയാണ് അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു പാർട്ട് അവിടെ ഉണ്ടാകുന്നത്. സോ ഗ്രെയിൻ ബൗണ്ടറിനെ ബാരിയർ ചെയ്തുകൊണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് പുറത്തൊരു ഡിസ്ലോക്കേഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. Dislocation cannot glide past the grain boundary very easily. Hence, if there is some grain boundaries, there is some resistance on the movement of dislocation. If there are more grain boundaries, ഒരു ചെറിയ ഇപ്പോൾ 3 grain boundary ഇവിടെ ഉണ്ട്. സോ ഇവിടെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ഗ്രെയിൻ ബൗണ്ടറീസ് വളരെ കുറവാണ്, ഒറ്റ ഗ്രെയിൻ ആണ് ഈ ചുറ്റുമുള്ളതാണ്. അപ്പം അതിനകത്ത് ഉള്ളിൽ നിന്നുള്ള ഡിസ്ലൊക്കേഷൻ നടക്കാൻ സാധ്യത കൂടുതലാണ്. സോ ഇഫ് മോർ നമ്പർ ഓഫ് ഗ്രെയിൻ ബൗണ്ടറീസ് ആർ ദർ, സോ എന്താണ് ഗ്രെയിൻ ബൗണ്ടറിനെ കുറിച്ച് പറയുന്നത്? ഗ്രെയിൻ ബൗണ്ടറി ക്യാൻ ബി ഡിഫൈൻഡ്, ഗ്രെയിൻ ബൗണ്ടറി ക്യാൻ ബി യൂസ്, ഓർ ഗ്രെയിൻ ബൗണ്ടറി ഹെൽപ്സ് ടു ഡിക്രീസ് ദ ഡിസ്ലൊക്കേഷൻ. ഡിസ്ലൊക്കേഷൻ ഗ്രെയിൻ ബൗണ്ടറിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്കാണ് സാധ്യത വളരെ കുറവാണ്. സോ വി ക്യാൻ ഡിഫൈൻ എ ഗ്രെയിൻ ബൗണ്ടറി ടു strengthen a atom, strengthen or to decrease the dislocation or decrease the എന്താ പറയുക, അതിന് വീക്ക് പോയിന്റ് എന്താണോ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത്. സോ there is more, if there is a more number of grain boundaries are there is more resistance to the movement of dislocation and hence increase the strength. So ഞാൻ ഇവിടെ ഫിഗർ വരക്കാം. I am drawing a figure here. So here I am representing a grain boundary. Grain boundary another. So again I am drawing another figure here.
And here I am drawing a grain model like this. അതിനകത്തുള്ള grain model അടക്കം lines വരെ നോക്കണ്ട, അതൊരു error ഉണ്ട്. So if we are drawing another, if I am drawing another line here, another crystal here, and I am drawing a another grain boundary here. ആണോ? ഇങ്ങനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള കാണുന്നത് മാത്രമേ ഉള്ളൂ. സോ അതിനകത്ത് ഇൻഫോർമേഷൻസ് നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ സെക്കൻഡ് ഫിഗർ, ഐ എം ഡ്രോയിങ് എ ഫിഗർ ലൈക്ക് ദിസ്. ഗ്രെയിൻസ് ആണ്. ഗ്രെയിൻസിന്റെ ഓരോ കള്ളികളെ ഗ്രെയിനായിട്ട് മാറ്റാൻ പറ്റും. ഓരോ ഗ്രെയിനുകളാണ് ഓരോ കള്ളികൾ. ഗ്രെയിൻ ബൗണ്ടറികളാണ് ആ കാണുന്ന ലൈൻസ്. സോ ഓരോ ഗ്രെയിനിന്റെ സൈസ് വളരെ കൂടുതലാണ് ഇവിടെ. ഗ്രെയിൻ സൈസ് ഇസ് വെരി ഹയർ ആൻഡ് ഗ്രെയിൻ ബൗണ്ടറി നമ്പർ ഈസ് വെരി ലോ. അല്ലെ, ഗ്രെയിൻ സൈസ് ഈസ് ഹയർ ആൻഡ് ഗ്രെയിൻ ബൗണ്ടറീസ് ആർ വെരി ലോ. But in the third figure, we can see that grain size is very low. Grain size, ഓരോന്നിനും സൈസ് വളരെ കുറവാണ്. But more number of grain boundaries are there, right? More number of grain boundaries are there, especially in the polycrystal materials. More number of grain boundaries are there, but the grain size is decreasing. But here, as you can say that the third figure is a very high strength material. The third material is very high strength material because the possibility of dislocation will be very low in the third figure because more number of grain boundaries are there. As we know that a partial deformation which will come out through which cannot come out through a grain boundary very easily. Grain boundary break ചെയ്ത് പുറത്തെടുക്കുന്ന സാധ്യത അല്ലെങ്കിൽ വളരെ കുറവാണ്. So we can say that the figure itself shows that the third figure will be more high strength material. So hence obviously we can say that when materials with smaller grains or more grain boundary will be stronger. Any process which tend to make the grain smaller, ഈ ഗ്രെയിൻ സൈസ് കുറക്കാനുള്ള ഏത് പ്രോസസ്സും എന്തിനുള്ള പ്രോസസ്സാണ്? സ്ട്രെങ്ത് കൂട്ടാനുള്ള പ്രോസസ്സാണ്. So when we are doing any process, when we are conducting any experiment or we are conducting any test or we are conducting anything to increase the grain boundary size, grain boundary number, or to reduce the grain size കുറച്ച് ഗ്രെയിൻ ബൗണ്ടറി കൂട്ടാനുള്ള ഏത് പ്രോസസ് നമുക്ക് എന്ത് പ്രോസസ് പറയാം? ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത്. To increase the strength. So there is an equation with respect to yield strength of a polycrystalline material. Yield strength കണ്ടുപിടിക്കാൻ നമുക്കൊരു equation ഉണ്ട്. There is an equation to find the yield strength of a material. Please note down the equation. And equation name ഉണ്ട്. ആ equation ഞാൻ refer ചെയ്യാം. അതായത് എനിക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത്. അതിലേക്ക് വരാം. അതിനകത്ത് equation it is Hall-Petch equation. Hall-Petch equation. Hall-Petch equation. Hall-Petch equation gives the relationship between the yield stress and grain size of the material. Yield stress and grain size of the material. Yield stress ആണ് കണ്ടുപിടിക്കാനും അതിന് grain size, grain diameter ഒക്കെ കിട്ടുന്ന റിലേഷൻ കാണിക്കുന്ന equation Hall-Petch equation. Okay. The Hall-Petch equation is the equation related with the grain size and yield stress. Grain size and yield stress of the material. Grain size and yield stress of the material. So it is defined as sigma naught equal to sigma I plus k by root d. Sigma naught equal to sigma I plus k by root d, where k and sigma I are constants. It will be given in your problem. Sigma naught is a yield strength. The stress needed to cause plastic deformation. അതായത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവാനുള്ള ആ ഒരു ഇത് അത് കുറവാണെങ്കിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് അർത്ഥം. അപ്പോൾ അതായത് ഒരു ഈൽഡ് സ്ട്രെസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത് ഈൽഡ് സ്ട്രെസ് എത്രയാണോ ആ മെറ്റീരിയൽ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിലും താഴെ ആയിരിക്കണം അതിൻ്റെ ഇതെന്ന് പറയുന്നത്, ഡിഫോർമേഷൻ ഉണ്ടാവരുതെന്ന് പറയുന്നത് മാക്സിമം. So sigma naught equal to, please note down, Hall-Petch equation is sigma naught equal to sigma I plus k by root d, where sigma naught equal to yield strength. D is the average diameter of grain, which we can say the size of the grain. Okay. Size of the grain. Sigma I and k are constants. Sigma I and k are constants. So please note down that ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്ന ഹാൻഡ് നോട്ട് ബുക്ക് ഉണ്ടല്ലോ,
ഹാൻഡ് റിട്ടേൺ നോട്ട്ബുക്കിൽ സിഗ്മ ഐ ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഇവിടെ കൊടുത്തത് സിഗ്മ നോട്ട് എന്നുള്ളത്. സോ അതിനകത്ത് നിന്ന് സിഗ്മ ഐ എന്നാണ് തോന്നുന്നു കാണിച്ചിരിക്കുന്നത്. സോ ഒന്ന് നോട്ട് ചെയ്യുക, അതൊന്ന് കറക്റ്റ് ചെയ്യാം. സിഗ്മ ഐ ഈക്വൽ ഈ ഡിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, സിഗ്മ നോട്ടാണ് ഈ ഡിസ്റ്റൻസ്. സിഗ്മ ഐ ആൻഡ് കെ ആർ കോൺസ്റ്റൻസ്. Sigma I and K are constant. K is a constant as Hall-Petch constant. K is the Hall-Petch constant. ഈ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ് സിഗ്മ ഐ. ഈ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് is sigma I and Hall-Petch constant is K. So we can say that in this particular equation, the main point view of this equation is, the definition of this equation, we can say that when diameter increases, when diameter increases, yield strength decreases. When diameter decreases, yield strength increases. So we can say that the yield stress of a material can influence by a diameter. Yield strength of a material is influenced by the diameter of the grain or grain size. So Hall-Petch equation is valid for grains as small as about 50 നാനോമീറ്റർ. 50 നാനോമീറ്റർ വരെയുള്ള ഗ്രെയിൻസിന് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള തിയറീസ് ഒക്കെ നമുക്ക് പറഞ്ഞ തിയറി തന്നെയാണ്. ഗ്രെയിൻ ഷേപ്പ് വിൽ ബി നമ്മുടെ ഗ്രെയിൻ ബൗണ്ടറിന് അടുത്തുള്ള ഗ്രെയിനിൻ്റെ ഷേപ്പ് ആയിരിക്കും. ഫുള്ളോട് വരുമ്പോൾ അതിന് വേറെ ഷേപ്പ് ആയിരിക്കും. ഫൈൻ ഗ്രെയിൻസ് ആർ വെരി marginally very near to the grain boundary, and column grain are just inside it, and equiaxial grains are very much inside it. Grain shape ne kurichana adone കാര്യമായിട്ട് പഠിക്കാനുണ്ട്. When molten metal first strike it more, the mold hold it in result formation of a large number of nuclei and consequently large number of fine grains. So പെട്ടെന്നുണ്ടാവുന്ന മൂവ്മെന്റ് ആണെങ്കിൽ, സോ വെൻ ദ കൂളിംഗ് ഈസ് വെരി, ഇതൊക്കെയാണ് എപ്പോൾ ഉണ്ടാവുന്നത്. ഇതൊക്കെ ഈ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിയുമ്പോൾ അത് ഉണ്ടാകുന്നത്. ടെമ്പറേച്ചർ കുറഞ്ഞ് ഫ്രീസിംഗ് പോയിന്റ് എത്തുമ്പോഴാണ് സോളിഡിഫൈ ചെയ്യുന്നത്, അപ്പോഴാണ് ഗ്രെയിൻസ് ഉണ്ടാകുന്നത്. സോ വെൻ ദ കൂളിംഗ് ഈസ് വെരി മച്ച് ഹയർ, വെരി മച്ച് സ്പീഡ്, ആസ് ദ കൂളിംഗ് ഈസ് വെരി മച്ച് സ്പീഡ്, ദ ഗ്രെയിൻസ് ഫോം വിൽ ബി, ഗ്രെയിൻ ബൗണ്ടറി ഫോർ വിൽ ബി വെരി ലാർജ്. ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. പെട്ടെന്നുണ്ടാകുമ്പോൾ ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് പെട്ടെന്നൊക്കെ ഉണ്ടാകുമ്പോൾ പോസിബിലിറ്റീസ് ഓഫ് formation of higher number of nuclei and thereby the higher number of grain boundaries are there. When the cooling process of the liquid is very much low, and the cooling process of the liquid is very much low, there is a possibility of the slow down process, possibility of the process to be very slow, and thus formation of the grains are very much ഓരോ ന്യൂക്ലിയസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓരോ ന്യൂക്ലിയസ് ഉണ്ടാവുന്നത് സപ്രസ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഐ എം ഡ്രോയിങ് 2 ഫിഗേഴ്സ് ഹിയർ. 2 ഫിഗർ വെച്ചു. ഒന്നാമത്തെ പെട്ടെന്നുണ്ടാവുന്നത് ഒന്ന് സ്ലോലി ഉണ്ടാവും. പെട്ടെന്ന് ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. ആ ന്യൂക്ലിയസ് പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യപ്പെടുന്നു അല്ലേ. പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ന്യൂക്ലിയസ് ഒക്കെ ഓരോന്ന് കുറേ ഉണ്ടാവുന്നു. അത് ഗ്രെയിൻ ബൗണ്ടറിക്ക് ഫോം ചെയ്ത് പെട്ടെന്ന് വലിയൊരു ഷേപ്പായി മാറും. സോ മെല്ലെ ഉണ്ടാവുന്നെങ്കിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അട്രാക്ഷൻ കൊണ്ടുണ്ടാകുന്ന അട്രാക്ഷൻ മെല്ലെ എത്തുമ്പോഴത്തേക്ക് ന്യൂക്ലിയസ് സപ്രസ് ആയി പോവുകയാണ്. അത് കംപ്രസ് ആയി പോയിട്ട് അതിന് ഇല്ലാതായി പോവുകയാണ്. ചിലപ്പോൾ 1-2 ന്യൂക്ലിയസ് മാത്രമേ അട്രാക്ഷൻ നടക്കുന്നുണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഗ്രെയിൻ ബൗണ്ടറിൻ്റെ എണ്ണവും കുറവായിരിക്കും, സൈസ് കൂടുതലായിരിക്കും. സോ വെൻ ദ കൂളിംഗ് പ്രോസസ് ഈസ് വെരി മച്ച് സ്പീഡിയർ, വി ക്യാൻ സേ ദാറ്റ് more number of grain boundaries will be there, which is smaller grain size. Okay. These are the main topics of our first module. So there is a theory part of density level problem. Density problem ചോദിക്കാൻ സാധ്യതയുണ്ടാകുന്നു. സോ ആ തിയറി എന്താണെന്ന് നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. സോ ഇപ്പോൾ നമ്മൾ ഹാൾപെച്ച് ഇക്വേഷൻ വരെ എഴുതിയിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് പ്രോബ്ലം നമുക്ക് എഴുതാം. ഓക്കെ, ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഒരു പ്രോബ്ലം ഇതിലേക്ക് വരുന്നത് നോക്കാം.
Write down. Calculate the yield strength of a polycrystalline material, ion, polycrystalline ion. Calculate the yield strength of a polycrystalline ion ion with an average grain diameter of 0.1 mm. 0.1 mm. Okay, 0.1 mm. The constant in Hall-Petch equations are, constants in Hall-Petch equations are Hall-Petch equations sigma I equal to 500 meganewton per meter square. 500 meganewton per meter square. 500 meganewton per meter square. And K equal to 0.7 meganewton per meter square. Okay, sigma I equal to 500 Newton per meter square and K equal to 0.7 meganewton per meter square. Okay, so I'm going to okay. Answer. So given data diameter equal to 0.1 mm. 0.1 mm diameter. Sigma I equal to 50 meganewton per meter square. K equal to 0.7 meganewton per meter square. These all are the given data. So using Hall-Petch equation, using our equation, we can calculate the yield strength. Sigma I plus sigma y equal to sigma I plus K by root D. K by root D, which is 50 meganewton per meter square. 50 plus യൂണിറ്റ് മാറ്റമൊന്നും വേണ്ട. ഫൈനൽ ആൻസർ നമുക്ക് മെഗാന്യൂട്ടൺ കിട്ടിയാൽ മതി. അല്ലെങ്കിൽ മെഗാ മാറ്റണമെങ്കിൽ 10⁻6 കൊടുത്തേക്ക് മാറ്റേണ്ടി വരും. പക്ഷെ മാറ്റണമെന്നില്ല, നമുക്ക് മെഗാന്യൂട്ടൺ തന്നെ കിട്ടിയാൽ മതി. 50 പ്ലസ് കെ ഈസ് 0.7. 0.7 ഡിവൈഡഡ് ബൈ meter square അല്ലേ, meganewton per meter square ആണ് sigma I, and K is also meganewton per meter square. So you want to convert the value of diameter into മീറ്ററിലേക്ക് മാറ്റണം. എല്ലാം meganewton per meter square ആണ്, മീറ്ററിലേക്ക് മാറ്റണം. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഡി സ്ക്വയർ ആണ്, റൂട്ട് ഓഫ് ഡി ആണ്. ദാറ്റ് ഈസ് 0.1 mm, which means 0.1 into 10⁻³ meter to mm. mm to meter, 10⁻³. 10⁻³. 10⁻³. Which you will get the equation value 50 plus 0.7 plus 0.4-3. Sir, 500 meganewton per meter square la varna sigma I. Sorry, 500. Okay, 500.
500 ആണോ? ഇതിപ്പോൾ എത്ര കിട്ടുന്നത്? 50 വെച്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 50 വെച്ച് ചെയ്യുമ്പോൾ 120. എന്നാൽ 50 ആണ് കേട്ടോ. 120 50 ആണ്. സോറി, ഞാൻ നിങ്ങളെ ഹാൻഡ് നോട്ട്ബുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ 500 ആണ് ഉണ്ടാവുക കേട്ടോ. ഞാൻ ഒറ്റ മാർക്ക് 50 ആണ്. 50 ആണ്, സോറി 50 മെഗാ എന്നൊക്കെ പറയാം. ഞാനും വിചാരിച്ചു ക്വസ്റ്റ്യൻ വായിച്ചു, പക്ഷേ ഞാനത് കൺസിഡർ ചെയ്തില്ല. കാരണം ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ മെഗാ മാറ്റുകയാണെങ്കിൽ ചെറിയ വാല്യൂക്ക് വരുമെന്ന് വിചാരിച്ചു. 500 മെഗാനോട്ട് എന്ന് പറയുമ്പോൾ 500 തന്നെ വലിയൊരു വാല്യൂ ആയി. 500 മെഗാനോട്ട് എന്ന് പറയുമ്പോൾ 10⁻6 കൂടി വന്നിട്ട് വലിയൊരു വാല്യൂ ആണ് വരുന്നത്. അത്രയൊക്കെ വരുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അതായത് പോയിന്റ് സംതിങ് അല്ലേ വരേണ്ടതെന്നൊക്കെ ആലോചിച്ചു. 50 അല്ല, 50ലും താഴെയുള്ള വാല്യൂകളെ വരേണ്ടതെന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ചെയ്തു. പക്ഷേ ഞാൻ ഒരു മാൽപ്പറയാണ്. It is 50 meganewton per meter square. So final answer will be 120 meganewton per meter square. So ഈ ഇക്വേഷൻ വെച്ചിട്ട് ചോദിക്കാൻ സാധ്യത ഇതുപോലെ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ സിഗ്മ വൈ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഡയമീറ്റർ ചോദിക്കാം. ഈ സിഗ്മ വൈ ഒക്കെ തന്നിട്ട് മാക്സിമം ഡയമീറ്റർ പോസിബിൾ ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. ഫോർ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. മിനിമം വാല്യൂ ഓഫ് ഡയമീറ്റർ, മാക്സിമം വാല്യൂ ഓഫ് ഡയമീറ്റർ വിച്ച് ബി അക്കോർഡിംഗ് ടു ഈ ഡിസ്റ്റൻസ് ഇത്ര ആവണമെങ്കിൽ എത്ര ഡയമീറ്റർ എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ വരാം. അത് ഇതേ മെത്തേഡ്, ഇതേ ഇക്വേഷൻ, ഹാൾ-പെച്ച് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഉള്ളത്. അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വേറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് അവർ ഷിമിറ്റ് ലോയിൽ പറയുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ റിസോൾവ് സ്ട്രെസ്, സ്ലിപ്പ് ഉണ്ടാവാനുള്ള സ്ട്രെസ്സാണ്. സ്ലിപ്പ് അപ്പോൾ മാക്സിമം സ്ട്രെങ്ത്. അപ്പോൾ ടോ സി ആർ എന്ന് പറയുന്നത് പി എഫ് ബൈ എ. നിങ്ങളുടെ നോട്ടിൽ പി ബൈ എന്നുണ്ടാവും. പി ആയാലും എഫ് ആയാലും ഫോഴ്സ് ആണെന്ന് വിചാരിച്ചാൽ മതി. പി ആണെങ്കിൽ എഫ് ആയാലും ഫോഴ്സ്. പി കോസ് ആൽഫ അല്ലെങ്കിൽ എഫ് ബൈ എ കോസ് ആൽഫ കോസ് ബീറ്റ, അല്ലെങ്കിൽ സിഗ്മ കോസ് ആൽഫ കോസ് ബീറ്റ. സോ അത് 90 ഡിഗ്രി ആകുമ്പോൾ 0 ആകുന്നു. 90 ഡിഗ്രി ആകുമ്പോൾ സ്ലിപ്പ് ഉണ്ടാകുന്നില്ല. ഇഫ് ഇറ്റ് ഈസ് ഓറിയൻറ്റഡ് ആംഗിൾ, ഇറ്റ് ഈസ് മാക്സിമം ആയിട്ട് 45 ഡിഗ്രി എത്തുമ്പോഴൊക്കെയാണ് മാക്സിമം നമുക്ക് സ്ലിപ്പ് ഉണ്ടാകുന്നത്. സോ ദീസ് ഓൾ ആർ ദ ഗിവൺ പ്രോബ്ലം ഇൻ യുവർ ഫസ്റ്റ് മോഡ്യൂൾ, തിയറി ആൻഡ് പ്രോബ്ലം ഫസ്റ്റ് മോഡ്യൂൾ. സോ അതേപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ കഴിഞ്ഞില്ലേ. അപ്പോൾ ആ ടോപ്പിക് അവിടെ കഴിഞ്ഞു. എൻ്റെ അടുത്ത ക്ലാസ് വേറെ ടോപ്പിക് കിടക്കുക. അതിന് മുമ്പ് ഞാൻ അന്ന് ചെയ്ത പ്രോബ്ലത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഡയറക്ഷനും ഒക്കെ കാണാനുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഡയറക്ഷൻ കാര്യങ്ങൾ കാണാനുണ്ട്. സോ അത് കണ്ടുപിടിക്കേണ്ട വേറെ മെത്തേഡ് ഞാൻ ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫിഗർ ഉണ്ടോ, ഡിറ്റർമൈൻ ദി മില്ലർനെസ് ഓഫ് ഡയറക്ഷൻ എ ബി സി. ഡയറക്ഷൻ ആണ്, പ്ലെയിൻ ആണ്. അപ്പോൾ ഇതേപോലെ ചോദ്യം വന്നു കഴിഞ്ഞാൽ, അതായത് ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും അതിൻ്റെ നമ്മുടെ ഡയറക്ഷൻ ചോദിച്ചിരിക്കുന്നത് ഏതാണെന്ന് നോക്കാം. ഇതിൽ എ ബി സി ഡി 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ബി ഇല്ലെന്ന് വിചാരിക്കുക, അതിൽ എ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അത് ഒരു ക്വസ്റ്റ്യൻ, ഇത് ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവം ഇല്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ മാത്രമേ. അപ്പോൾ ആ ക്വസ്റ്റ്യനകത്ത് എ ഡയറക്ഷനിലുള്ള കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ച 100 ഉള്ളത് എക്സിൻ്റെ അത് കണ്ടുപിടിച്ചത്. സോ അത് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്നുള്ളത്, അതായത് ഇങ്ങനെ രണ്ടറ്റം നമുക്ക് തരികയാണെങ്കിൽ എവിടെയാണ് ഡയറക്ഷൻ എടുക്കുന്നത്, അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തരികയാണെങ്കിൽ അവിടെ സിമ്പിളായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അതൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് എന്താണെന്നുള്ളത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായില്ല. അത് അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളായ ഐഡിയ ആണ്. അതായത് ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് ആയിരിക്കും അതിൻ്റെ ഇതെന്ന് പറയുന്നത്, മില്ലിയൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കാനുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുത്ത് എ എന്നുള്ളതാണ്. എ ഡയറക്ഷനിൽ എ ആണ് കണ്ടുപിടിക്കുന്നത്. അത് 000 തുടങ്ങുന്ന പോയിന്റ് 100 എൻഡ് പോയിന്റ് ആ ഡയറക്ഷൻ്റെ ആ ക്യൂവിനകത്തുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ 100 മൈനസ് 000, അതായത് 1 മൈനസ് 0 മൈനസ് 0 അഡ്ജസ്റ്റൻ്റ് പോയിന്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് മൈനസ് ചെയ്യുക. നെഗറ്റീവ് ആവും പോസിറ്റീവ് എന്തോ ആയിക്കോട്ടെ. അങ്ങനെ അങ്ങ് സെയിം ഇത് തന്നെയാണ് കിട്ടുക 100. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെയും കണ്ടുപിടിക്കാം. 000 111 എന്നുള്ളതും നമുക്ക് സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാം. ഡയറക്ഷൻ ബി എന്നുള്ളത്, അതായത് ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്. ഒറിജിൻ ആണ് സെക്കൻഡ് വരുന്നത്. ഫൈനൽ മൈനസ് ഒറിജിൻ. നമ്മൾ ഒറിജിൻ എടുക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് എടുക്കുക, സെക്കൻഡ് ബാക്കി എടുക്കുക. അതായത് 111 മൈനസ് 000 ഈക്വൽ ടു 111 തന്നെ. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 111. വളരെ സിമ്പിളായി നമുക്ക് മറ്റേ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് കോർഡിനേറ്റ് കണ്ടുപിടിച്ചു, അതിന് ഇത് കൊടുത്തു, നെഗറ്റീവ് ഇത് കൊടുത്തു. അങ്ങനെയൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണല്ലോ ചെയ്യുക, സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പ് പഠിക്കുന്നതാണ് നമ്മൾ, അങ്ങനെ ചെയ്യുന്നു നമ്മൾ പഠിക്കുന്നത്.
മൂന്നാമത്തെ എടുത്ത് നോക്കിയേ, അത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് വന്നാൽ കണ്ടു. നമ്മൾ ചെയ്യാത്തൊരു പോയിന്റാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സി നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടുന്ന് ഈ ഒരു ഒറിജിൻ പോയിന്റ് നിന്നാണ് അങ്ങോട്ടേക്ക് എടുത്തത്. ഇതിപ്പോൾ നടുക്കുന്നാണ് എടുക്കുന്നത്. ഇനി ഈ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ മില്ലിനെസ്സൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു ക്യൂബിന് ലെങ്ത് 1 ആയിട്ട് എടുക്കുന്നത്, ഒരു ഫുൾ ലെങ്ത് കണ്ടോ, ക്യൂബിൻ്റെ ഫുൾ ലെങ്ത് 1 ആയിട്ട് എടുക്കുന്നു. ക്യൂബ് ലെങ്ത് ഫുൾ 1 ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അര ഹാഫ് എന്നൊക്കെയുള്ള പോയിന്റ് വെച്ച് നമുക്ക് കൃത്യമായി കിട്ടും. അപ്പോൾ ഇത് ഈ പോയിന്റ് തന്നെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഡയറക്ഷൻ്റെ നോക്കിയാൽ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണുള്ളത്, ഏറോ മാർക്ക് കൂടെയുള്ളത്. സോ ഫൈനൽ പോയിന്റ് ഈസ് 0, 0, 1. ഇനീഷ്യൽ പോയിന്റ് ഈസ് ഹാഫ്. ഹാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ നടുക്കാനുള്ളത്, എക്സാക്സിലുള്ളത്. ഇവിടെ നമ്മൾ ഇത് വരുന്ന ഒരു ഒറിജിനൽ പോയിന്റ് എടുത്തു, അത് ഇതാക്കി ഒറിജിനൽ പോയിന്റ് എടുത്തു. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒറിജിനൽ പോയിന്റ് എടുത്തു. ഇവിടുന്ന് എക്സാക്സിലേക്കുള്ള ഹാഫാണ്, വൈ ആക്സിലേക്കുള്ളത് 1 ആണ്. വൈ ആക്സിലേക്ക് മുകളിലേക്ക് ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്നിട്ട് അല്ലെങ്കിൽ സെഡ് ആക്സിലേക്കുള്ളത് 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന അങ്ങനെ എടുക്കുന്നെങ്കിൽ 0, 0, 1 ആണ് ഇനീഷ്യൽ പോയിന്റ്, അല്ല ഫൈനൽ പോയിന്റ്. 0, 0, 1 മൈനസ് ഹാഫ് 1, 0 മൈനസ് ഹാഫ് 1, 0. അപ്പോൾ 0 മൈനസ് ഹാഫ് മൈനസ് ഹാഫ്, 0 മൈനസ് 1 മൈനസ് 1, 1 മൈനസ് 0, 1 അല്ലേ. അപ്പോൾ ഇത് ഫൈനൽ ബ്രാക്കറ്റിലേക്കാനായിട്ടില്ല, ഇങ്ങനെ എഴുതി. പിന്നെ ഇത് സ്മോളസ്റ്റ് ഇഞ്ചേഴ്സിലേക്ക് മാറ്റണം നമ്മൾ, അല്ലേ. സ്മോൾ ഇഞ്ചേഴ്സിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഹാഫൊക്കെ 2 ആക്കണം. ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1, 2, 2 എന്ന് കിട്ടും. -1, -2, 2 എന്ന് കിട്ടും. സോ അതിനെ നമ്മൾ ബ്രാക്കറ്റിനുള്ളിലേക്ക് മാറ്റുമ്പോൾ 1, 2, 2 അതിൽ മൈനസ് വന്നുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ബാർ വരും, അല്ലേ. മൈനസ് ആകുമ്പോൾ ആ പോയിന്റ് മുകളിലേക്ക് ബാർ വരും. അപ്പോൾ അങ്ങനെ 1 ബാർ 2 ബാർ 2 ആണ് അതിൻ്റെ മില്ലർ ഇൻഡിസസ്. സോ ഫൈൻഡ് ദ മില്ലർ. അങ്ങനെ ഇത് കണ്ടുപിടിച്ച ലാസ്റ്റ് ഡീൻ്റെ എടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക? 0, 1, 0 ഈ ഒറിജിനൽ പോയിന്റ് ആൻഡ് 0, 2, 0, 0 എക്സ് ആക്സിലേക്ക് 2 നമ്മൾ എടുക്കുന്ന പോയിന്റ് എക്സ് ആക്സിലേക്ക് ഇത്രയും വന്നു, ഇത്രയും തന്നെ അധികം വന്നു. ഒരു ക്യൂബിൻ്റെ ഷേപ്പിന് അധികവും വന്നു എന്ന കൺസിഡറേഷൻ എടുക്കുന്നുണ്ടാവുക. അതായിരിക്കും 2, 0, 0 കൊടുത്തിട്ടുള്ളത്. എക്സ് ആക്സിലേക്കുള്ള പോയിന്റ് ആണുള്ളത്. അപ്പോൾ അവിടെയുള്ളത് വേറെ വൈൻ്റെ പോയിന്റ് ഒന്നും വരുന്നില്ല. ആ പോയിന്റ് നമ്മൾ എടുക്കുന്ന ഫൈനൽ പോയിന്റ്. അവിടെ എക്സ് ആക്സിലേക്കുള്ള റിസോൾവ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ y 0, 0 ആയിരിക്കും. ഫൈനൽ പോയിന്റ് ഈസ് 2, 0, 0. ഫൈനൽ പോയിന്റ് ഈസ് 2, 0, 0 മൈനസ് 0, 1, 0 വിൽ ബി 2, -1, 0. അങ്ങനെ ആകുമ്പോൾ 2, 1, 0 1ൻ്റെ മുകളിൽ ഒരു ബാർ വരും. This is similar for D. So by this method we can simply find a millimeters of direction of a cluster. ഈ ഫൈനൽ പോയിന്റ് ആൻഡ് ഇനീഷ്യൽ പോയിന്റ്സ് ആർ ഗിവൺ. സോ അങ്ങനെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മില്ലർ ഇൻഡിസസ് ഓഫ് എ പ്ലെയിൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ക്ലാസ് ചെയ്യാം. ഇത് തന്നെ നമുക്ക് ക്ലാസ് ഒന്നും കൂടി ചെയ്യാം. ക്ലാരിഫൈ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഇതേ പോയിന്റ് നമുക്ക് കൂടി ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും.